السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم ونعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب يسر ولا تعسر وتمم بالخير. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. الحمد لله رب العالمين. الحمد لله. അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ടൊന്ന് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് കൂടാനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിൻ്റെ ഖുർആൻ മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. അൽഹംദുലില്ലാഹ്. റിഹ്ലതി മഅൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എൻ്റെ യാത്ര, ഖുർആനുമായിട്ടുള്ള എൻ്റെ യാത്ര, മൈ ജേർണി വിത്ത് ഖുർആൻ. ഇതാണ് നമ്മളുടെ ഈ ഒരു ടൈറ്റിൽ. ഇൻഷാ അല്ലാഹ് നമ്മൾ അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇവിടെ അല്ലേ? സുബ്ഹാനല്ലാഹ്. സുബ്ഹാന തആല ഇവിടെ നീളം നമ്മളുടെ ഈ ഒരു പഠനം പൂർത്തിയാകുന്നത് വരെ അള്ളാഹുവിൻ്റെ എല്ലാവിധ ഖൈറും റഹ്മയും ബറക്കയും ഒക്കെ അള്ളാഹു സുബ്ഹാന തആല നമ്മളുടെ മേൽ ചൊരിയട്ടെ. അമീൻ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ദുആ ചെയ്യുക, യാ അള്ളാഹ് എനിക്ക് നിൻ്റെ കലാം മനസ്സിലാക്കി തരണേ റബ്ബേ. എനിക്ക് അറിവില്ലാത്തവളാണ് ഞാൻ റബ്ബേ. അതുകൊണ്ട് നീ എനിക്ക് ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും എൻ്റെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നീ നൽകണേ നാഥ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താണ്, ഇതൊരു തഫ്സീർ ടീച്ചറായിട്ടല്ല ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങളെപ്പോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ കലാം മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിഹ്ലതി മഅൽ ഖുർആൻ തുടങ്ങിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നീളം അള്ളാഹുവിൻ്റെ എല്ലാവിധ ബറക്കയും നമ്മളുടെ ഈ ഒരു പഠനത്തിൽ നിറയ്ക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഈ ഒരു കോഴ്സിൽ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മളുടെ നിയ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും വലിയ കാര്യം, ഇത് എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കാളും ഞാൻ ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട്, ഏറ്റവും നല്ല ബെറ്റർ മുസ്ലിമയായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ ഈ ഒരു ഖുർആനുമായിട്ട് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നുള്ള നിയ്യത്ത് ഓരോരുത്തരും വെക്കാം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതായത് എനിക്ക് ഇത്ര അറിയാമെന്ന് പറയാനോ അല്ലെങ്കിൽ എക്സാമൊക്കെ എഴുതുമ്പോൾ അതിലൊക്കെ നല്ല മാർക്ക് കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പഠിപ്പിച്ച് എനിക്ക് നല്ല അറിവുണ്ട് എന്ന് പറയാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മളുടെ ഈ ഒരു പഠനം. നമ്മളുടെ ഈ ഒരു പഠനം എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചേഞ്ച് മൈ സെൽഫ്. എന്നെ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആനായിട്ട് ഞാൻ യാത്ര ചെയ്യുന്നത്. എൻ്റെ റബ്ബിലേക്കുള്ള യാത്രയാണ്. ആ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എനിക്കൊരുപാട് മാറ്റങ്ങൾ വരുത്തണം, എന്നെ തന്നെ എനിക്ക് നല്ലൊരു വ്യക്തിയാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും നമുക്ക് എല്ലാ കാര്യങ്ങളിലും എളുപ്പം നൽകട്ടെ. കൂടെ തന്നെ നമ്മളുടെ മറ്റ് കർമ്മങ്ങൾ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി നൽകട്ടെ. എന്നാൽ മാത്രം നമുക്ക് കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ടല്ല, കൂടുതൽ സ്ട്രോങ് ആയിട്ട് അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഓർമ്മപ്പെടുത്താണ്, അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഷെയ്ത്താനാണ് അല്ലേ? നമ്മളുടെ അദുബു മുബീൻ, നമ്മളുടെ വ്യക്തമായ ശത്രുവാണ്. ആ ശത്രു പല രീതിയിലും നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും അതിലും സ്ട്രോങ് ആയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിൽ ശരണം, പ്രൊട്ടക്ഷൻ, അള്ളാഹുവിൻ്റെ അടുത്ത് ശരണം തേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക വേണം. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദറൂൻ. അതുപോലെ തന്നെ ഒരുപാട് പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ദുആകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ജേർണി ടുവേർഡ്സ് അല്ലാഹ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം പറയാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു എന്താ ചെയ്യാം? യുഫഖിഹു ഫിദ്ദീൻ,
അവൻ്റെ മേൽ അള്ളാഹു ഫിഖ് അല്ലെങ്കിൽ ദീനിൻ്റെ അറിവ് എത്തിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ. അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ അവൻ്റെ ദീനിൻ്റെ ഫിഖ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു നൽകട്ടെ. ആമീൻ. ഏറ്റവും നല്ല രീതിയിൽ, അതായത് അള്ളാഹുവിൻ്റെ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. അത് തന്നെയാണ് നമുക്ക് അള്ളാഹു നൽകുന്ന ഖൈർ. അതല്ലാതെ ഒരുപാട് സമ്പത്തോ സന്താനങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് പൊസഷൻസോ ഒന്നുമല്ല. നമ്മളുടെ ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്താഗതി തന്നെ നമ്മൾ മാറ്റിമറിക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾക്ക് ഖൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലായിട്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, നമുക്കിപ്പോൾ തന്നെ അറിയാം. നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റൊക്കെ നോക്കിയാൽ മതി അല്ലേ. നമുക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അള്ളാഹു ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് നൽകുന്നുണ്ട് അല്ലേ. അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു നമ്മൾ എത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? അള്ളാഹു നമുക്ക് ഖൈർ ഉദ്ദേശിച്ചതുകൊണ്ടാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ നന്മ എന്നൊരു ചെറിയൊരു വാക്കുകൊണ്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അത്രയ്ക്കും വ്യാപ്തിയുള്ള ഒരു വാക്കാണ് ഖൈർ എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ആർക്കെങ്കിലും ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ. അപ്പോൾ അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് ഒരു ദുആ ചെയ്തിട്ടുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലമഹു തഅ്വീൽ. അള്ളാഹുവേ, ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവനെ നീ ദീനിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നൽകണമേ. അതുപോലെ തന്നെ ഖുർആൻ്റെ തഫ്സീർ അല്ലെങ്കിൽ ഖുർആൻ്റെ തഅ്വീൽ, ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ ഖുർആൻ്റെ അർത്ഥം മുഴുവനായിട്ട് മനസ്സിലാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് ഏറ്റവും ഖുർആനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയാണ് അതിനുള്ള കാരണം അല്ലേ. അദ്ദേഹം പറയാണ്, എനിക്ക് എവിടെയാണ് ഈ ആയത്തിറങ്ങിയത്, എന്താണ് സന്ദർഭം, അതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു ആയത്തിനെ കുറിച്ച് അറിയാം, അതൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും എന്നെക്കാളും കൂടുതൽ അതിനെക്കുറിച്ച് അറിവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് എന്താണ് കഷ്ടപ്പാട് സഹിച്ചും ഞാൻ ആ അറിവ് നേടിയെടുക്കും എന്നും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലാക്കട്ടെ. അതായത് മറ്റുള്ളവരുടെ അടുത്ത് അറിവുണ്ട് എന്നറിയുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് ആ ഒരു ഇൽമ് കളക്ട് ചെയ്യാൻ, ആ മുത്തും പവിഴവും ഒക്കെ കളക്ട് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഫഖിഹ്നാ ഫിദ്ദീൻ, അല്ലാഹുമ്മ ഫഖിഹ്നാ ഫിദ്ദീൻ വഅല്ലംനാ തഅ്വീൽ. അല്ലാഹു, ഞങ്ങൾക്ക് നീ ദീനിൻ്റെ അറിവ് നൽകണമേ, അല്ലെങ്കിൽ ദീനിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നൽകണമേ. അതുപോലെ തന്നെ ഖുർആനിൻ്റെ തഅ്വീൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാ ഖൈറുകളും അല്ലാഹു സുബ്ഹാനഹു ഈ ഒരു കാരണം കൊണ്ടുവരും. നമ്മൾ അറിയാത്ത രീതിയിൽ അത് ഡിഫറെൻറ്റ് വേയിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു നമ്മളിലേക്ക് എത്തിക്കുക. അത് നമ്മൾ പിന്നീടായിരിക്കും മനസ്സിലാക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാധുര്യം അനുഭവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. ഇനി അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അതായത് ആരെങ്കിലും വിജ്ഞാനം തേടി ഒരു പാത പിന്തുടരുകയാണെങ്കിൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള പാത സുഗമമാക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആരെങ്കിലും ദീനിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് കഷ്ടപ്പാട് സഹിച്ചും ഈ ഒരു ഇൽമ് നമ്മൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? സഹലല്ലാഹ്, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. എന്ത്? ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അതായത് സ്വർഗത്തിലേക്കുള്ള വഴി അവൻക്ക് അള്ളാഹു എളുപ്പമാക്കി നൽകും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ആ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി നൽകുകയാണ്. ഇപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പാതയിൽ, അതായത് ദീനിൻ്റെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും ഇതിൽ അടിയുറപ്പിച്ച് നിർത്തട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മൾ അറിവ് നേടുമ്പോൾ നമുക്ക് വേറെയും ഒരുപാട് ഖൈറുകൾ നമ്മൾ കാണാണ്ട് കിട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അതിലൊക്കെ നമ്മൾ എത്തിക്കട്ടെ. ആമീൻ. അപ്പോൾ ഒരു ഹദീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവർ
അവരുടെ ചിറക് താഴ്ത്തും. എന്തുകൊണ്ട്? ഔട്ട് ഓഫ് പ്ലഷർ, സന്തോഷം കൊണ്ട്. അതായത് നമ്മൾ അറിവ് നേടാൻ അല്ലെങ്കിൽ ഇൽമ് നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവരുടെ ചിറക് താഴ്ത്തി പിടിക്കും. കാരണം സന്തോഷം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ അല്ലെങ്കിൽ പുതിയ ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ തയ്യാറെടുത്തിട്ടുള്ളത് എന്നുള്ള സന്തോഷത്തോടു കൂടി. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, ആകാശത്തും ഭൂമിയിലും ഈവൻ കടലിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങൾ, എല്ലാ ഇൻഹാബിറ്റൻസും എന്തൊക്കെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തും ഭൂമിയിലും കടലും എല്ലായിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്, അവരെല്ലാവരും അള്ളാഹുവിനോട് നമ്മൾക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അറിവ് നേടുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാ ക്രിയേഷൻസും എന്തൊക്കെയാ ഇൻഹാബിറ്റൻസ് ഉണ്ടോ അതെല്ലാതും അള്ളാഹുവിനോട് നമ്മൾക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് അല്ലേ? ഇത്രയും വലിയ ഹൈർ നമുക്ക് പിന്നെ എവിടെ നിന്ന് കിട്ടാനാണ്? നമുക്ക് ആരാണ് പാപമോചനം തേടുക? നമ്മൾ അറിയാത്തവർ ആരെങ്കിലും നമ്മളെക്കുറിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഇല്ല അല്ലേ? വളരെ അപൂർവം ആളുകൾ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. എന്നാലോ അള്ളാഹുവിൻ്റെ എല്ലാ ഇൻഹാബിറ്റൻസും നമ്മൾക്ക് വേണ്ടിയിട്ട് ഫോർഗിവ്നെസ് ചോദിക്കുകയാണ് അല്ലേ? നമുക്കറിയാം ഒരുപാട് മിസ്റ്റേക്സുകൾ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്ന ആദം അലൈഹി ഇസ്ലാമിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ പാപങ്ങളൊക്കെ നമ്മൾ പുറത്തിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാ കഷ്ടപ്പാടും നമ്മൾ ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യമാണെന്ത്? നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഫോർഗീവ്നെസ് കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുക എന്നുള്ളത് അല്ലേ? നമ്മൾ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈർ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സൂറയിൽ അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടണമെന്ത്? നമ്മൾ അള്ളാഹുവിൻ്റെ പാതയിൽ ദീൻ പഠിക്കാൻ ഇറങ്ങുമ്പോൾ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതേപോലെ തന്നെ ആ ഒരു ഹദീസിൻ്റെ കണ്ടിന്യൂയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്കോളർ, അതായത് ഒരു പണ്ഡിതനും അതുപോലെ തന്നെ ഒരു ആബിദും, അതായത് ഒരു അള്ളാഹുവിനെ എപ്പോഴും ആരാധിക്കുന്ന ഒരു വ്യക്തിയും കമ്പയർ ചെയ്യുമ്പോൾ, ഈ പണ്ഡിതനും ഈ ആബിദും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ പണ്ഡിതൻ്റെ സുപ്പീരിയറിറ്റി അല്ലെങ്കിൽ പണ്ഡിതൻ്റെ ഉന്നത എന്ന് പറഞ്ഞാൽ 3 സ്റ്റാർസ് ഉള്ളത് പോലെയാണ്. ആകാശത്ത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളത് പോലെയാണ് ഈ ഒരു പണ്ഡിതനും അതുപോലെ തന്നെ ആബിദും. അതായത് ആബിദിൻ്റെ ആ ഒരു പ്രകാശം കാണില്ല. നമ്മൾ സ്റ്റാർസിൻ്റെ ലൈറ്റ് വളരെ കുറച്ചുള്ളൂ. പക്ഷെ നമുക്കറിയാം 3 എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് എടുത്ത് കാണും. അത്രയ്ക്കും സുപ്പീരിയർ ആണെന്ത്? അറിവ് നേടുന്ന ഒരു വ്യക്തി എന്നുള്ള അർത്ഥം. അപ്പോൾ അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുക എന്നല്ല, ഇബാദത്ത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെന്താണ് അറിവുകൾ ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള അറിവുകൾ നമ്മൾ നേടാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ ഇതുപോലെ ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം അൽ ഉലമാ വറസത്തുൽ അംബിയ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അതായത് പ്രവാചകന്മാരുടെ അതായത് ഇൻഹെറിറ്റേഴ്സ് ആണ് സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് അവരിൽ നിന്നും എന്താണ് അവർ വാങ്ങിക്കുന്നത്? ദിനാറോ ദിർഹമോ ഒന്നുമല്ല. ആകെ ഈ ഒരു സ്കോളേഴ്സ് വാങ്ങിക്കുന്നത് അറിവാണ്. ആ അറിവാണ് എല്ലാത്തിനേക്കാളും വലിയ സ്വത്ത് അല്ലേ? അറിവാണ് സമ്പാദ്യം. അതല്ലാതെ മറ്റൊക്കെ നമ്മൾക്ക് വളരെ ടെമ്പററി ആണ്. നമ്മളിൽ നിന്നും അത് പെട്ടെന്ന് പോകാനുള്ളതാണ് അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഇറങ്ങുന്ന ഈ ഒരു കാര്യം, ഈ അള്ളാഹുവിൻ്റെ വിജ്ഞാനം തേടിക്കൊണ്ടുള്ള ഈ ഒരു പാതയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി നൽകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിൽ എളുപ്പം നൽകട്ടെ. അതുപോലെ തന്നെ ഉടനീളം അവസാനം വരെ ഈ ഒരു ത്വരീഖ്, ഈ ഒരു പാതയിൽ പിന്തുടരാനുള്ള തൗഫീഖ് നൽകട്ടെ. നിരന്തരം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നമുക്ക് അവൻ്റെ സഹായം എത്തിക്കുക തന്നെ ചെയ്യും. ഇനി ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വൈ ഷുഡ് വി സ്റ്റഡി ദ ഖുർആൻ? നമ്മൾ എന്തിന് ഖുർആൻ പഠിക്കണം? നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ ഭയങ്കര ഖുർആൻ അറിയുന്ന ആളാണെന്ന് പറയാനാണോ? അല്ലെങ്കിൽ എല്ലാവരും ഇവള് ഭയങ്കര സംഭവമാണ്, ഇത്രയും ഖുർആനൊക്കെ അറിയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇത്ര ഹാഫിളയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ലേ? നമ്മൾ പഠിക്കുന്നത് നമുക്ക് അറിവ് നേടിക്കൊണ്ട് ആ അറിവിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ കുറേ തെറ്റുകളുണ്ടാകാം. ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് യഥാർത്ഥ അറിവ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഖുർആൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ
എൻ്റെ മിസ്റ്റേക്സുകളൊക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്, 100% ഒരു ബിലീവിങ് മുസ്ലിമയാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഖുർആൻ പഠിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും നമ്മളോട് തന്നെ പറയാം. കാരണം ഇത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നിനുമല്ല നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്നത്. എനിക്ക് എന്നെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഖുർആൻ പഠിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് പറയാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതായത് ആര് അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് പിൻപറ്റിയോ അവർക്ക് ഒരു ഭയവും ഇല്ല, അതുപോലെ തന്നെ അവർ ദുഃഖിക്കുകയുമില്ല. അപ്പോൾ ഈ ഖുർആൻ പഠിച്ചത് കാരണം നമ്മുടെ ലൈഫിൽ വരുന്ന എന്ത് സാഹചര്യം, അതായത് എന്താണ് ഭയങ്കര സങ്കടമുള്ള അള്ളാഹുവിൻ്റെ ഭയങ്കര വലിയ പരീക്ഷണമായിക്കോട്ടെ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെൻ്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്. അവിടെ നമ്മൾ ഒന്നിലും അതിര് കവിയാൻ പാടില്ല. ഇനി പ്രത്യേകിച്ച് നമ്മൾ ആകെ പ്രയാസത്തിലാകുന്ന സമയത്ത് ഈ ഖുർആൻ നമുക്ക് തീർച്ചയായിട്ടും ഒരു ആശ്വാസമാകും. അതായത് അള്ളാഹുവിൻ്റെ ഹുദ പിൻപറ്റിയവർക്ക് ആർക്കും ഒരു സങ്കടമോ അല്ലെങ്കിൽ വിഷമോ എന്താണ് ഹൗഫോ ഭയോ ഒന്നും ഉണ്ടാവില്ല. അവർ ഭയങ്കര സന്തോഷവാന്മാരായിരിക്കും. അവർ പൂർണ്ണമായിട്ടും അള്ളാഹുൽ തവക്കൽ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ഖുർആൻ പഠനം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എളുപ്പം നൽകട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയം തുറന്ന് വെച്ചുകൊണ്ട് കേൾക്കണം. അല്ലാതെ നമ്മൾ മുൻധാരണ കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ക്ലാസ്സും കേൾക്കരുത്. അപ്പോൾ നമുക്കൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറില്ല. അല്ലെങ്കിൽ നമ്മൾ വ്യക്തിയെ നോക്കിക്കൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ക്ലാസ് ഒരു ക്ലാസ്സും കേൾക്കാൻ പാടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും, പക്ഷേ ഒന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, അള്ളാഹുവേ ഹൃദയം വിശാലാക്കി തരണേന്ന്. കാരണം വിശാലമായിട്ടുള്ള ഹൃദയത്തിൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യം കയറ്റാൻ പറ്റുള്ളൂ അല്ലേ. നമുക്കറിയാം, ഒരു വലിയ റൂമും ഒരു ഇടുങ്ങിയ റൂമും, ഏത് റൂമിലാണ് നമുക്ക് കൂടുതൽ സാധനം കയറ്റിയേക്കാൻ പറ്റുക? തീർച്ചയായിട്ടും വലിയ റൂമിലല്ലേ. അതുപോലെ നമ്മളുടെ ഹൃദയം കുടുസായതിൽ നിന്ന് നമ്മൾ വിശാലമാക്കണം, അള്ളാഹുനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാത്തിനും നമ്മൾ അള്ളാഹുനോട് ചോദിക്കണം. നമ്മൾക്ക് പഠിക്കണോ അതിന് അള്ളാഹുനോട് ചോദിക്കണം, ഹൃദയം വിശാലാകണോ അതിന് അള്ളാഹു ചോദിക്കണം, ഇനി തഖ്വയുള്ളവരാകണോ അതിന് അള്ളാഹുനോട് ചോദിക്കണം, വിജയിക്കുന്നവരാകണോ അതിന് നമ്മൾ അള്ളാഹുനോട് ചോദിക്കണം. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നമുക്ക് ആയത്തുകൾ വെച്ചിട്ട് നോക്കാം എന്താണ് നമ്മൾ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത് എന്നുള്ളത്. ഏറ്റവും ആദ്യമായിട്ട് ടു ഇൻക്രീസ് മൈ ഫെയ്ത്ത്, എൻ്റെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഖുർആൻ പഠിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂൽ അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാന. അതായത് ഖുർആനിൽ ഏതെങ്കിലും ഒരു അധ്യായം അവതരിക്കപ്പെട്ടാൽ അവരിൽ ചിലർ പറയും, നിങ്ങളിൽ ആർക്കാണ് ഇത് ഈമാൻ വർദ്ധിപ്പിച്ചത് എന്ന്. അപ്പോൾ ഫഅമ്മല്ലദീന ആമനു, എന്നാൽ സത്യവിശ്വാസികളാകട്ടെ, ഫസാദത്ഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ, അവർക്ക് അത് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ അവർ സന്തോഷം കൊള്ളുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഖുർആനിലെ ഓരോ ആയത്തുകൾ നമ്മൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്ക് എന്ത് വേണം? ഈമാൻ വർദ്ധിക്കണം. അതോടൊപ്പം നമുക്ക് സന്തോഷം വേണം. സന്തോഷം കിട്ടണ്ടേ അല്ലേ? കാരണം റബ്ബ് അൽഹംദുലില്ലാഹ് നമ്മളെ തെരഞ്ഞെടുത്തു അള്ളാഹുവിൻ്റെ ഈ ഒരു ആയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു നമ്മളെ മാത്രം സ്പെഷ്യലായി തിരഞ്ഞെടുത്തു. അള്ളാഹുവിൻ്റെ സ്പെഷ്യൽ മെസ്സേജ് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കുള്ള അള്ളാഹുവിൻ്റെ മെസ്സേജാണ് അല്ലേ. നമ്മൾ വാട്സപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ മെസ്സേജ് നമ്മൾ പെട്ടെന്ന് ഓപ്പൺ ആക്കും. അത് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന മെസ്സേജ് ആണെങ്കിലോ നമുക്ക് ഭയങ്കര ഇഷ്ടമാകും. നമ്മൾ ഹാർട്ടൊക്കെ സെൻഡ് ചെയ്യും അല്ലേ, ഇഷ്ടം കൊണ്ട്. അതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ കലാമ് അല്ലെങ്കിൽ ഏതെങ്കിലും ആയത്ത്, ഏതെങ്കിലും സൂറത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതാണ് നമ്മളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ഈമാൻ വർദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ബഷീറാകണം. നമ്മൾ യസ്തബ്ശിറൂൻ, അല്ലെങ്കിൽ സന്തോഷം കൊള്ളുന്ന ആളുകളായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എളുപ്പം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമീൻ. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആയത്താണല്ലേ. നമ്മളെ മുത്തഖീനാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥം നൽകിയിട്ടുള്ളത്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാകുന്ന ഗ്രന്ഥം, അതിൽ ഒരു സംശയമേ ഇല്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നത് അത്രേ അത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു മുത്തഖിയായാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു
ഖുർആനിൽ നിന്നും ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. മുത്തഖീൻ്റെ ക്വാളിറ്റീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ മുത്തഖീനാണ് എന്നുള്ളത്. പക്ഷേ ആ ക്വാളിറ്റീസൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മളുടെ ഹൃദയം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ഹൃദയത്തിൽ ഒരുപാട് കളകളുണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് ചീത്ത കാര്യങ്ങളുണ്ടാകും അല്ലേ. അതായത് അസൂയ ഉണ്ടാകും, ദേഷ്യം ഉണ്ടാകും, വെറുപ്പുണ്ടാകും അല്ലേ, അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ ഉണ്ടാകും, അഹങ്കാരം ഉണ്ടാകും അല്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. ഖുർആനിലെ ഓരോ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതെന്നോടാണ്, എൻ്റെ ഹൃദയത്തിനോടാണ് പറയുന്നത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. അള്ളാഹു എല്ലാവരും വിളിച്ച് പറയാണ്, മനുഷ്യരെ എന്ന് പറഞ്ഞിട്ട് പറയാണ് എന്താണ്? നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശം, അതായത് മൗഇള, ഏറ്റവും സത്യമായിട്ടുള്ള നല്ല ഉപദേശം. മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്ന് കിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്ന് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ചും സത്യവിശ്വാസികൾക്ക് ഇതിൽ നിന്ന് വെറും രോഗത്തിന് ശമനം മാത്രമല്ല, മനസ്സുകൾക്ക് സമാധാനം മാത്രമല്ല, അതിൽ നിന്ന് മാർഗദർശനവും കാരുണ്യവും കിട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം കിട്ടുന്ന ആളുകളാക്കട്ടെ അല്ലെ നമ്മളൊക്കെ. ആമീൻ. നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള ഷിഫ, നമ്മൾ ഷിഫ ഫിസ്സുദർ, നമ്മളെ ഹൃദയത്തിന് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള ഷിഫ കിട്ടട്ടെ. അതുപോലെ തന്നെ ഹുദ കിട്ടട്ടെ, റഹ്മ കിട്ടട്ടെ. മുഅ്മിനീങ്ങളുടെ കാറ്റഗറിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, നമ്മളുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് റബ്ബ് നമുക്ക് ഈ ഒരു ഖുർആൻ ഇറക്കി നൽകിയിട്ടുള്ളത്. അതിൽ നിന്നുമുള്ള പാഠങ്ങൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയാണ്, നമ്മളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ നല്ല വ്യക്തിയാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഏറ്റവും നല്ല വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു പഠനം. പിന്നെ അള്ളാഹു അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടു ഫോളോ ദ ഗൈഡൻസ് ഫ്രം അല്ലാഹ് അല്ലേ. നമുക്കറിയാം, അറിവില്ലാതെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വലിയ തിന്മയിൽ എത്തിപ്പെടും അല്ലേ. ബിദ്അത്തുകളിലും അതുപോലെ തന്നെ ളലാലത്തിലൊക്കെ നമ്മൾ എത്തിപ്പെടും അല്ലേ. അതാണ് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അവർ അറിവില്ലാതെ അവരൊരുപാട് കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതായത് അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനോടും അതുപോലെ തന്നെ ഹവ്വാ ബീവിയോടും പറയാണ്. അതുപോലെ ശൈത്താനുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, സ്വർഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുക, എന്നിട്ട് എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം, അതായത് അള്ളാഹുവിൻ്റെ ഹുദ നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എൻ്റെ ആ മാർഗം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല അല്ലേ. അപ്പം അള്ളാഹുവിൻ്റെ ഈ ഒരു പാത നമ്മൾ നേരത്തെ പറഞ്ഞു, പിൻപറ്റിയാൽ നമുക്ക് ഒരു പേടിയുണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു ദുഃഖം ഉണ്ടാവില്ല, ഒരു ഹൗഫ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മൾക്ക് ഹുസ്നും ഉണ്ടാവില്ല അല്ലേ. അങ്ങനത്തെ ആളുകളാകട്ടെ. നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ തന്നെ കരച്ചിലും സങ്കടവും പേടിയും അതുപോലെ തന്നെ ഒക്കെ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ നാളെ എന്താ എൻ്റെ മക്കളാവുക, അല്ലെങ്കിൽ നാളെ എന്താവുക, അല്ലെങ്കിൽ അതെന്താ ഇപ്പം അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ചിലപ്പം നമ്മൾ മനസ്സിങ്ങനെ ടെൻഷനാകും അല്ലേ, പേടിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കും. ഇത് രണ്ടും ആർക്കും ഉണ്ടാവില്ല? അള്ളാഹുവിൻ്റെ ഹുദ പിൻപറ്റിയവർക്ക്. നമുക്ക് എല്ലാവർക്കും അതുപോലെ ആകാൻ സാധിക്കട്ടെ. ആമീൻ. ഇനി തുടക്കത്ത് പറഞ്ഞതുപോലെ എൻ്റെ റബ്ബിനെ കാണുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഏറ്റവും മികച്ച പതിപ്പാക്കണം. അതായത് എങ്ങനെയൊക്കെ എനിക്ക് ബെസ്റ്റ് ആകാൻ പറ്റുമോ അതുപോലെ ആകണം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആകണം എന്ന് പറയാനേ പറ്റുള്ളൂ. നമുക്കൊരിക്കലും അദ്ദേഹത്തിനെ പോലെ ആകാൻ സാധിക്കില്ല അല്ലേ. പക്ഷേ നമുക്ക് നമ്മളുടെ തന്നെ ബെസ്റ്റ് വേർഷൻ, അതായത് നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരുപാട് ചീത്ത കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളുടെ തന്നെ ബെസ്റ്റ് വേർഷൻ ആക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അള്ളാഹുവിനെ കാണുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ മാറിയിട്ട് റബ്ബിന് മുമ്പിൽ നമുക്ക് സുജൂദ് ചെയ്യണം അല്ലേ. അതായത് അള്ളാഹുവിനെ
നാളെ നമുക്ക് എന്താണ് പരലോകത്ത്, അതായത് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിക്കണം, ഏറ്റവും നല്ല വ്യക്തികളായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞിട്ടായിരുന്നു, എൻ്റെ ഈ ഒരു പഠനം ഞാൻ ഭയങ്കര അറിവുള്ള വ്യക്തിയാകാൻ വേണ്ടിയിട്ട് എന്ന് പറയാനൊന്നല്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അറിവുള്ളവളാണ് എന്ന് പറയാനല്ല. പക്ഷേ ഖുർആനിൻ്റെ നൂറ് ഉപയോഗിച്ച് എനിക്ക് സ്വയം മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ പഠിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഇനി ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഖുർആൻ എന്ന് പറയുമ്പോൾ. എന്നാലും നമ്മളുടെ പഠനത്തിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. അള്ളാഹു ഗ്രന്ഥരൂപത്തിലല്ല ഖുർആൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അള്ളാഹു കലാം, അതായത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അത് പിന്നീട് എഴുതിയതാണ്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. പണ്ടൊക്കെ ഖുർആൻ എന്താണ് അള്ളാഹുവിൻ്റെ ബുക്ക് എന്ന് നമ്മൾ പറയാം അല്ലേ. നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ബുക്കായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പഠിതാവ് എന്ന നിലയ്ക്ക് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ എന്ന് പറയണം. ഖുർആൻ വായിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം. ഒരിക്കലും നമ്മൾ ഖുർആൻ ഖുർആൻ എന്ന് പറയരുത്, അർത്ഥം തന്നെ മാറിപ്പോകും. ഖുർആൻ വായിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഖുർആനെ കുറിച്ചിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം ഖുർആൻ്റെ തുടക്കം നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ എത്തിച്ചു കൊടുത്തതെന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ. റമദാനിലെ ഒരു ലൈലത്തുൽ ഖദ്റിൽ, അതായത് ഒരു രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ പേടിച്ചിട്ട് പറയാണ്, എനിക്ക് വായിക്കാൻ അറിയില്ല എന്നല്ലേ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിന് ശക്തിയായിട്ട് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു, കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റവും ആദ്യത്തെ വചനം ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ തുടങ്ങിയിട്ടുള്ള സൂറത്തുൽ അലക്കിലെ 5 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാരായണം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഖുർആൻ്റെ ഏറ്റവും ആദ്യത്തെ ആയത്തുകൾ, അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ ഏറ്റവും ഫസ്റ്റ് മെസ്സേജ് എത്തുന്നത് അല്ലേ. അവിടെ നമുക്കറിയാം ഇഖ്റ നമ്മളോട് വായിക്കാനാണ് പറയുന്നത്. നമ്മൾ നിരന്തരം ഖുർആൻ വായിക്കുന്ന ആളുകളാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് പഠിക്കാനും പറയുന്നുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. ഓക്കെ, ലാസ്റ്റ് അത് അല്ലമ ബിൽ ഖലം, അതായത് പേന കൊണ്ട് പഠിപ്പിച്ചവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഖുർആൻ്റെ പഠിതാവ് അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ ആയുധമായിട്ട് എന്ത് വേണം? പേന വേണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തെല്ലാം മുത്തുകളാണ് നമുക്ക് കിട്ടുന്നത്, ആ മുത്തുകളെല്ലാം നമ്മൾ എഴുതി വെക്കണം. അതല്ലെങ്കിലോ അതൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് വിട്ടുപോകും. ആ മുത്തുകളൊക്കെ കയ്യിൽ നിന്ന് പോയി പോകും. നമ്മൾ അത് എഴുതി വെച്ചാൽ നമ്മൾ കോർത്തത് പോലെയാണ്. അപ്പം നമുക്കത് വീണ്ടും വീണ്ടും നോക്കാനും വായിക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്താണ് ഖുർആനുള്ളതെന്ന് ചെറുതായിട്ട് പറയണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതായത് 23 വർഷക്കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ എത്തിച്ചു കൊടുത്തെങ്കിൽ പോലും അല്ലാഹു മുഴുവനായിട്ടും ആദ്യം എവിടെ വെച്ചിട്ടുണ്ട്? ലൗഹുൽ മഹ്ഫൂദിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമയത്തും ആയത്തുകൾ ഇറക്കി കൊടുത്ത് നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു പ്രോസസ്സ് ആലോചിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എന്ത് വലിയ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. പക്ഷെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊന്നും നമുക്കതൊന്നും മനസ്സിൽ വരുന്നില്ല. അപ്പോൾ എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിൽ വരേണ്ട കുറച്ച് കാര്യമാണ്, ഞാൻ എൻ്റെ റബ്ബ് എന്നോട് പറയുന്ന മെസ്സേജാണ് വായിക്കാൻ പോകുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് പാരായണം ചെയ്തു കൊടുത്തിട്ടുള്ള ഖുർആനാണ് ഞാൻ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് അല്ലേ. ഈവൻ ഭയങ്കര തണുപ്പുള്ള സമയത്ത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേർക്കാറുണ്ടായിരുന്നു. ഈ ഒരു ഖുർആൻ്റെ ആയത്തുകൾ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുമ്പോൾ അത്രയ്ക്കും ഭാരമുള്ളതായിരുന്നു അള്ളാഹുവിൻ്റെ വാക്കുകൾ. പക്ഷേ നമുക്ക് ഇത്രയും ലാഘവത്തോടു കൂടി, ഇത്രയും എളുപ്പത്തോടു കൂടി ഇത് പാരായണം ചെയ്യാൻ സാധിക്കുന്നത് ആര് കാരണമാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ വേണ്ടിയിട്ട് അത്രയും ഭാരത്തോടു കൂടി അതൊക്കെ സ്വീകരിച്ചത് കൊണ്ടാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അതുപോലെ തന്നെ നമുക്കറിയാം
ഖുർആനിലേക്ക് നമ്മൾ നോക്കുന്നത് തന്നെ എന്താണ്, നമുക്ക് അള്ളാഹു എന്നുള്ള കാര്യം അല്ലെങ്കിൽ അള്ളാഹു എന്നുള്ള റഹ്മ കിട്ടും. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ പറഞ്ഞ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലായികതകൾ ചുറ്റുണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ വലതുവശത്തുള്ള നമ്മളുടെ കർമ്മപുസ്തകത്തിൽ അവർ നല്ല നല്ല കാര്യങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് ഓരോ പ്രാവശ്യം ഖുർആൻ പഠിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വരട്ടെ. ആമീൻ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ നമ്മൾ ഒരു വാക്ക്, അതായത് ഖുർആനിൽ അലിഫ് ലാം മീം ഇതെല്ലാവർക്കും അറിയുന്ന ഹദീസ് തന്നെയാണ്. എന്നാലും വീണ്ടും വീണ്ടും ഖുർആൻ്റെ ഈ ഒരു പ്രാധാന്യമൊക്കെ മനസ്സിലായിക്കൊണ്ട് നമ്മൾ ഖുർആൻ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ ഒരു എന്താണ് മാധുര്യം അനുഭവിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരക്ഷരം, അതായത് അലിഫ് ലാം മീം എന്നുള്ള ഈ 3 അക്ഷരങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി നന്മയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 10 നന്മകൾ ചെയ്ത പ്രതിഫലമാണ് കിട്ടുന്നത് അല്ലേ. നമുക്കറിയാം നമുക്ക് ഒരുപാട് നന്മകളൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പ്രത്യേകിച്ചും ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അങ്ങനെ ആരുമായിട്ടും എക്സ്പോസ്ഡ് ഇല്ലാത്തൊരു സാഹചര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നന്മകളൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അപ്പം നമ്മൾക്ക് കൂടുതൽ നന്മകൾ വാരിക്കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധ ഖുർആൻ അത്രയും ഇഷ്ടത്തോടു കൂടി പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി അല്ലെങ്കിൽ 10 നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥവും ആശയവും അതുപോലെ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇനി അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, എങ്ങനെയാണ് നമ്മൾ ഖുർആനെ സമീപിക്കേണ്ടത്. അതായത് നമുക്കറിയാം കുറേ പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ ഖുർആൻ്റെ ഈ ഒരു പഠനം തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ. അതായത് സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങും, പിന്നെ നമ്മൾ സ്റ്റോപ്പാകും, പിന്നെ നമ്മൾ വീണ്ടും തുടങ്ങും, പിന്നെ സൂറത്തുൽ ബഖറ തുടങ്ങിയിട്ടുണ്ടാകും, പിന്നെ നമ്മൾ സൂറത്തുൽ നാസ് തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് തുടക്കത്തിലും അവസാനത്തിലും സൂറത്തുകളൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയുണ്ടാകും. പക്ഷേ ഈ മിഡിലുള്ള സൂറത്തുകൾ അത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. നമ്മൾ പാരായണം ചെയ്യുമ്പോഴും നമുക്ക് വരുന്നൊരു വലിയൊരു മിസ്റ്റേക്കാണ് അത്. നമ്മൾ മുഴുവനായിട്ടും പാരായണം ചെയ്യാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് എത്തിയെന്ന് വരില്ല അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഖുർആനെ സമീപിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കമ്മിറ്റ്മെൻ്റ് ആണ്. എന്ത് വന്നാലും ശരി ഇൻഷാ അല്ലാഹ് എനിക്ക് എൻ്റെ ഈ ഒരു ഖുർആൻ പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് അള്ളാഹുവിൻ്റെ ഈ കലാമ് മനസ്സിലാക്കണം, കലാമുള്ള ഏറ്റവും നന്നായിട്ട് എനിക്ക് ഗ്രഹിക്കണം എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ്. ഐ വിൽ ലേൺ ദ വേർഡ്സ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിൻ്റെ വാക്ക് ഞാൻ പഠിക്കും. ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് ഇവിടെ നിന്ന് പോവാന്നറിയില്ല. അപ്പോൾ എൻ്റെ റബ്ബ് എന്നോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ആ റബ്ബിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എനിക്ക് പോകാൻ സാധിക്കണം എന്നുള്ള നിയത്തോടു കൂടി നമ്മൾ തുടങ്ങാം. തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലേ. ഖുർആന് പഠിക്കുന്ന ഓരോ കാര്യവും നമുക്ക് നാളെ പരലോകത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് അല്ലേ. നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആ യാത്രയിൽ നിന്ന് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങി കയ്യിൽ കളക്ട് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുക. കാരണം നമ്മളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്കതൊന്നും കിട്ടൂല. അപ്പം അതേപോലെ നമ്മൾക്ക് ഈ വേൾഡിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മളുടെ മരണത്തേക്ക് അല്ലേ, പരലോകത്തേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം പരലോകത്തേക്ക് നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ആകെ എന്താ കൊണ്ടുപോകാൻ പറ്റുക, നല്ല കാര്യങ്ങൾ അല്ലേ, അമല സ്വാലിഹാത്ത്. അപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണെന്ത്, അള്ളാഹുവിൻ്റെ ഖുർആനായിട്ടുള്ള കണക്ഷൻ. ആ കണക്ഷൻ നമുക്ക് കിട്ടിയാൽ തന്നെ ഉർവത്തുൽ വുസ്ഖ, അതായത് ഭയങ്കര ബലമുള്ള എന്താണ് പറയുക കയറായി. പിന്നെ നമുക്ക് അള്ളാഹുലേക്ക് പോകാൻ ഈസി ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മളെല്ലാവരെയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകളുടെ കൂട്ടത്തിലാക്കട്ടെ. ആമീൻ. ഇനി അടുത്തതായിട്ട് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ കുറേ ക്ലാസ്സുകളൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് എന്താണ് ആഴ്ചയിൽ ഒരു ക്ലാസ് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ. അപ്പോൾ എന്തായാലും ഞാൻ
ഇന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതല്ലെങ്കിൽ ഈ ഒരാഴ്ചയിൽ ഉള്ള ഈ ഒരു ക്ലാസ് ഞാൻ ഇൻഷാ അള്ളാ കൺസിസ്റ്റൻ്റ് ആയിട്ട് കേൾക്കും. അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇൻഷാ അള്ളാ ജീവിതത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഓരോരുത്തരും കീപ്പ് ചെയ്യാം. പിന്നെ അടുത്തായിട്ട് നമുക്കറിയാം, ഇപ്പൊ തന്നെ നമുക്ക് പേടിയുണ്ട് ഇതൊക്കെ എനിക്ക് അവസാനം വരെ എത്താൻ പറ്റുമോ എന്നുള്ളത്. ആ പേടി വിടുക. കാരണം അത് ആരാണ് നമ്മൾ അങ്ങോട്ട് എത്തിക്കുന്നത്? അള്ളാഹുവാണ്. നമ്മൾ ഈ നിയത്തോടു കൂടി ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു തആലയാണത് അതിൽ നമ്മൾ അവസാനം വരെ എത്തിക്കാം ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ഒരിക്കലും എന്നെക്കൊണ്ട് പറ്റുമോ പറ്റൂലേ എന്നുള്ളൊരു ചോയ്സ് വെച്ചിട്ട് നമ്മൾ നിൽക്കേണ്ട. അത് ആ പേടി വിടുക. നമ്മൾ ഇൻഷാ അള്ളാഹ് ഇതിൽ കമ്മിറ്റഡ് ആണ്. ഇൻഷാ അള്ളാഹ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ അടുത്തതായിട്ട് ഹാവ് ഗുഡ് മൈൻഡ് സെറ്റ്, അതായത് നല്ല മൈൻഡ് സെറ്റ്. അതായത് ഞാൻ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, ആരുടെടുത്തും പറയാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ ആദ്യം ഈ ക്ലാസ്സിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം ഞാൻ എന്നോട് പറയാണ്, അത് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് പറയാ എന്ന് മാത്രമാണ് കേട്ടോ. പിന്നെ നമുക്കറിയാം എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുകയാണ് അല്ലേ, എങ്ങനെയൊക്കെ നീ ഇമ്പ്രൂവ് ആകണം, എവിടെയൊക്കെ നീ ചേഞ്ച് വരുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ നിൻ്റെ ലൈഫിൽ നിന്ന് നീ എടുത്തു മാറ്റണം, ഇതൊക്കെ നമ്മുടെ റബ്ബ് നമ്മളോട് പറയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നീ എന്നിലേക്ക് എത്തുമ്പോഴേക്കും ചെയ്ത് തീർക്കേണ്ടത് ഒക്കെ റബ്ബ് നമ്മളോട് പറയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. ഐ ആം റെഡി ടു ചേഞ്ച് യാ അള്ളാഹ്, അതാണ് നമ്മളുടെ സ്ലോഗൻ എന്ന് തന്നെ പറയാം. യാ അള്ളാഹ് ഐ ആം റെഡി ടു ചേഞ്ച് ഫോർ യു, നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ വജ് കാണാൻ വേണ്ടിയിട്ട് റബ്ബെ ഞാൻ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ് റബ്ബെ. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ബേബി സ്റ്റെപ്സ് വെക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് നമ്മൾ നന്നാവുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നൊന്നല്ല. നമ്മളെ പറ്റുന്ന പോലെ കുഞ്ഞു 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 സ്റ്റെപ്സ് ഇൻഷാ അള്ളാഹ് ചെറിയ സൂറകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇൻഷാ അള്ളാഹ് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ച് കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുണ്ടാകുക. എന്തായാലും ഏതൊരു സുഹൃത്തിൽ നിന്നും നമ്മൾ വീണ്ടും 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 പഠിച്ചാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുണ്ടാകും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, യാ അല്ലാഹ് നീ എന്നെ ചേഞ്ച് ആക്കണമേ. അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഅമാൽ വഅഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത് വഖിനി സയ്യിൽ അഅമാൽ വസയ്യിൽ അഖ്ലാഖ് ലാ യഖി സയ്യാഹാ ഇല്ലാ അൻത്. അതാണ് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ അതായത് എന്നെ നീ നയിക്കണമേ ഇതിലേക്ക്, അഹ്സനായിട്ടുള്ള അഅമാൽ നല്ല പ്രവർത്തികളിലേക്കും നല്ല അഖ്ലാഖിലേക്കും നീ എന്നെ നയിക്കണമേ. നിനക്കല്ലാതെ വേറെ ആർക്കും എന്നെ അതിലേക്ക് നയിക്കാൻ സാധിക്കില്ല റബ്ബേ. അതുപോലെ തന്നെ എന്നെ നീ സംരക്ഷിക്കണമേ ഇങ്ങനത്തതിൽ നിന്ന്, ചീത്തയായിട്ടുള്ള അഅമാലിൽ നിന്നും അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള സ്വഭാവങ്ങളിൽ നിന്നും നിനക്കല്ലാതെ വേറെ ആർക്കും റബ്ബേ എന്നെ അതിൽ നിന്നും എന്താണ് സംരക്ഷിക്കാൻ സാധിക്കുകയില്ല റബ്ബേ. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ റബ്ബ് നമ്മൾക്ക് അതിനുള്ള വഴി നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ആ ദുആ, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഅമാൽ വഅഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഉണ്ട് വഖിനി സയ്യിൽ അഅമാൽ വസയ്യിൽ അഖ്ലാഖ് ലാ യഖി സയ്യാഹാ ഇല്ലാ അൻത് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വരുന്നുണ്ടാകും ഓരോ ആയത്തുകളൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അതിന് നമ്മൾ അള്ളാഹോട് ചോദിക്കുക, അള്ളാഹു എന്താണ് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത്, എന്താണ് എൻ്റെ ലൈഫിലേക്ക് എടുക്കേണ്ടത്. ഓരോ ആയത്ത് പഠിക്കുമ്പോഴും നമ്മൾ ആ ആയത്തിനോട് ചോദിക്കണം, ഈ ആയത്തിൽ നിന്നും എന്താണ് ഞാൻ മനസ്സിലാക്കിയത്, എന്ത് ദുആണ് ഈ ഒരു ആയത്തിൽ നിന്ന് എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ എന്ത് മാറ്റമാണ് ഈ എൻ്റെ ലൈഫിൽ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ആയത്ത് എനിക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോ ആയത്ത് പഠിക്കുമ്പോഴും ഇൻഷാ അല്ലാഹ് ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും റബ്ബ് നമുക്ക് അവിടെയൊക്കെ എളുപ്പം നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഹൈർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹിൽ നിന്ന് മാത്രമാണ്. എന്തെങ്കിലും പോരായ്മകൾ വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നും മാത്രമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു ദുആ കൂടെയാണ് ഖുർആൻ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടെയാണിത്. വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ദുആണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്ന അബ്ദിക
ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. സുബ്ഹാനല്ലാ, ഒരുപാട് കാര്യം നമ്മൾ അള്ളാഹുവോട് പറയാണ്, അള്ളാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ അടിമയുടെ എന്താണ് അതായത് നിന്റെ അടിമയുടെ മകളാണ് എന്നാണ് നമ്മൾ അവിടെ പറയേണ്ടത് കേട്ടോ. ഇബ്നു അബ്ദിക് എന്ന് പറയുമ്പോൾ നമ്മളവിടെ എന്താണ് ഇബ്നല്ല നമ്മൾ ആക്ച്വലി ബിൻത്താണ്, എന്നാലും കുഴപ്പമില്ല. ഇബ്നു അബ്ദിക്, ഇബ്നു അമത്തിക്, അതുപോലെ തന്നെ നിന്റെ അമത്തിൻ്റെ ഒരു ഇബ്നാണ്. നാസിയതി ബിയദിക്, എൻ്റെ എന്താണ് വിധി നിന്റെ കയ്യിലാണ്. മാദി ഫിയ ഹുക്മുക്, അതായത് മാദി ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖളാഉക്, അതായത് എന്താണ് എല്ലാം എന്താണ് നിന്റെ ഹിക്മത്തിൽ പെട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മീനിങ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് നിന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും റബ്ബേ ഞാൻ നിന്നെ വിളിക്കുകയാണ്. അതുപോലെ തന്നെ നിന്റെ കിതാബുകളിൽ എഴുതിയിട്ടുള്ള എന്താണ് നാമങ്ങൾ, അതുപോലെ തന്നെ നീ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത നാമങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഇൽമുൽ ഗൈബായിട്ടുള്ള അതായത് അദൃശ്യമായിട്ടുള്ള അറിവിൽ പെട്ടിട്ടുള്ള നിന്റെ നാമങ്ങൾ ഒക്കെ വിളിച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ എന്താണ് സ്പ്രിങ് ആക്കി തരാൻ, അതായത് എന്താണ് ഹൃദയത്തിൽ നീ അത് സ്പ്രിങ് ആക്കി തരണമേ. അതുപോലെ തന്നെ എൻ്റെ എന്താണ് അതായത് ആ ഖുർആൻ റബീഅ ഖൽബി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ സ്പ്രിങ് ആക്കി തരണമേ. നൂറ സദരി എന്ന് പറയുമ്പോൾ എൻ്റെ നെഞ്ചകത്തിന് നീ അത് വെളിച്ചമാക്കി തരണമേ. വജലാഅ ഹുസ്നി, അതായത് എൻ്റെ വിഷമങ്ങൾ എന്താണ് കളയുന്നതാക്കി തരണമേ. അതുപോലെ തന്നെ വദഹാബ ഹമ്മി, എൻ്റെ ഹമ്മ അതായത് നമുക്കുള്ള പ്രയാസങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി തരണമേ എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ദുആ തീർച്ചയായിട്ടും അർത്ഥത്തോടു കൂടി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ഈ ദുആ മനപ്പാടാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദുആ ആണ് അല്ലേ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമ്മൾ അല്ലാഹുമ്മ ഇജ്അൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഖുർആൻ നമ്മളെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണം അല്ലേ. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഖുർആനായിട്ട് അത്രയും ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഖുർആൻ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് ഒരായത്ത് മനസ്സിലാക്കുമ്പോൾ സന്തോഷം ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ മുത്തഖിയായാൽ മാത്രമേ നമുക്ക് അതൊക്കെ ലഭിക്കുള്ളൂ. ഹിദായത്ത് കിട്ടി ജീവിതം മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിരന്തരം ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. آخر دعوانا أن الحمد لله رب العالمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.